ഒരു രാജ്യം ഒരു സ്റ്റുഡൻറ് ഐ ഡി എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പ്രീ സ്കൂൾ കുട്ടികൾക്കും ആധാർ ഐ ഡി നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്കണവാടിയെ സംബന്ധിച്ചിടത്തോളം പ്രീ സ്കൂളിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുട്ടികളെ നമ്മൾ 3 to 6 കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ. നിലവിൽ ആധാർ ഐ ഡി ഉണ്ടാക്കുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കറിനകത്തേക്ക് ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ആധാർ ഐ ഡി ഉണ്ടാക്കുന്നത്. ആധാർ ഐ ഡി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അത് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള സെഷൻ നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ ടീച്ചർ ആധാർ ഐ ഡി സൃഷ്ടിക്കുന്ന സമയം ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് ആ തടസ്സമെന്നും അതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സെഷനും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി അതെല്ലാം മനസ്സിലാക്കുക. അതിനുശേഷം പെൻഡിങ്ങുള്ള മറ്റു കുട്ടികൾക്ക് കൂടി ആധാർ ഐ ഡി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങി വെക്കുന്നത് തന്നെ എല്ലാ പ്രീ സ്കൂൾ കുട്ടികൾക്കും നിർബന്ധമായിട്ടും ആധാർ ഐ ഡി ഉണ്ടാക്കണം എന്നുള്ളതാണ്. എന്നാൽ പോഷൻ ട്രാക്കറിലുള്ള കുറച്ച് പ്രീ സ്കൂൾ കുട്ടികൾക്ക് ആധാർ ഐ ഡി ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒരുപാട് ടീച്ചേഴ്സിന് സംശയം തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. അതായത് നമുക്കറിയാം 3 to 6 കാറ്റഗറിയിലാണ് പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളെ നമ്മൾ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളായിട്ടും അല്ലാത്തവരെ സ്കൂൾ ഗോയിങ് എന്നുള്ളതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിനകത്തേക്ക് പ്രീ സ്കൂളിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരളവുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്ന സമയം കുട്ടികൾക്ക് ആധാർ ഇല്ലെങ്കിലും കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ 90% കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇത്തരത്തിൽ അവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ആധാർ ഐ ഡി ഉണ്ടാക്കുന്ന സമയം പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ തന്നെ ആധാർ കാർഡ് ഉണ്ടാവണം. ആ ആധാർ ഉപയോഗപ്പെടുത്തിയായിരിക്കണം പോഷൻ ട്രാക്കറിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ നമ്മുടെ ടീച്ചർ ഒരു കുട്ടിയുടെ ആധാർ ഐ ഡി സൃഷ്ടിക്കുന്ന സമയം ഇത്തരത്തിൽ 3 to 6 കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികളെയും ലിസ്റ്റ് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അതിൽ നിന്നും വ്യക്തിപരമായിട്ടാണ് ഓരോ കുട്ടിക്കും ആധാർ ഐ ഡി ഉണ്ടാക്കേണ്ടത്. ആധാർ ഐ ഡി പോലെ തന്നെ അല്ലെങ്കിൽ ആധാർ ഐ ഡി പോലെ തന്നെ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി പോലെ തന്നെ അല്ലെങ്കിൽ ലൈസൻസ് പോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോ ഐ ഡിയാണ് കൊടുക്കുക. അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് കാണുന്ന ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ആധാർ ഐ ഡി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന 3 ഡോട്ട് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ഇത്തരത്തിൽ ക്രിയേറ്റ് ഓർ റിട്രീവ് ആധാർ ഐ ഡി എന്ന് കാണുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ടീച്ചർ ഒരു കുട്ടിയുടെ ഓപ്ഷൻ എടുക്കുന്ന സമയം ക്രിയേറ്റ് ഓർ റിട്രീവ് ആധാർ ഐ ഡി എന്ന് കാണുന്ന ഓപ്ഷൻ നിറം മങ്ങിയ രൂപത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ടച്ച് ചെയ്താലും വർക്ക് ആവുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ ഈ കുട്ടികളുടെ ലിസ്റ്റിൽ നിന്നും ആ കുട്ടിയുടെ സെൻറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആധാർ ഐ ഡി എന്ന് കാണുന്ന അവിടെ നോട്ട് അവൈലബിൾ എന്നുള്ള സന്ദേശമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടല്ല പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആധാർ ഐ ഡി എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. നോക്കുക, ഇവിടെ കുട്ടിയുടെ അമ്മയുടെ പേരിലാണ് ആ കുട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ തൊട്ട് കാണുന്ന ആഡ് ചൈൽഡ് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കുട്ടിയുടെ ആധാർ അവിടെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ പ്രൊഫൈൽ മാറ്റി വരും, ഈ പ്രൊഫൈൽ മാറി വരും. അതിനുശേഷമായിരിക്കണം ഇത്തരത്തിൽ ക്രിയേറ്റ് ആധാർ ഐ ഡി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ കുട്ടിക്ക് ആധാർ ഐ ഡി ഉണ്ടാക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ സാഹചര്യം. ഇനി രണ്ടാമത്തെ സാഹചര്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടിയായിട്ട് പോലും നമുക്ക് ആധാർ ഐ ഡി ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ നിറം മങ്ങി കിടക്കുന്നതിൻ്റെ കാരണം ഓൾറെഡി ഈ കുട്ടിക്ക് ആധാർ ഐ ഡി എടുത്ത് കഴിഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ നിറം മങ്ങിയ രൂപത്തിൽ ഈ ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് ഒരു തവണ ആ കുട്ടിക്ക് ആധാർ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നിറം മങ്ങി പോകും, വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളും നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കിയെടുക്കണം. എന്തുകൊണ്ടാണ് ആധാർ ഐ ഡി ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നുള്ളത് തിരിച്ചറിയുക. ഒന്നെന്ന് പറയുന്നത് കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ പേരിലാണ് തുടക്കത്തിൽ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തതെങ്കിൽ നമുക്ക് ഈ കുട്ടിക്ക് ആധാർ ഐ ഡി ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുട്ടിക്ക് ആധാർ എടുത്ത് ആധാർ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം ആധാർ ഐ ഡി ഉണ്ടാക്കുക. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുട്ടിയെയും വിട്ടുപോകാതെ അംഗൻവാടിയിലേക്ക് വരുന്നതും അല്ലാത്തതുമായ 3 to 6 കാറ്റഗറിയിലെ മുഴുവൻ കുട്ടികൾക്കും ആധാർ ഐ ഡി ഉണ്ടാക്കുക. താങ്ക് യു.